നിങ്ങൾക്കറിയാമോ, 7 കുട്ടികളിൽ ഒരാൾക്ക് നിത്യേന ലൈംഗിക ചുവയുള്ള മെസ്സേജുകൾ കിട്ടുന്നു. ഇത് വരുന്നത് ആരിൽ നിന്നുമാകാം? 2013 13നും 17നും പ്രായത്തിനിടയിലെ 7000ഓളം കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ക്രൈം നേരിട്ടിട്ടുണ്ട്. അതിലധികവും സെക്ഷൽ ക്രൈമാണ്. ഇത്തരത്തിലുള്ള ഇരപിടുത്തം നടക്കുന്നത് അധികവും മൊബൈൽ ഫോണിലൂടെയാണ്. ഷിക്കയുടെ കഥയൊന്ന് കേട്ടു നോക്കൂ. 11 വയസ്സ് മുതലേ ശിഖ ഫേസ്ബുക്കിന് അടിമയാണ്. ഉയർന്ന ഉദ്യോഗസ്ഥരായ അവളുടെ അച്ഛനമ്മമാർക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. ഓൺലൈൻ സുഹൃത്തുക്കളുമായി അവൾ മണിക്കൂറുകളോളം ചാറ്റ് ചെയ്ത് രസിച്ചു. അങ്ങനെയാണ് അയാളെ ശിഖ പരിചയപ്പെടുന്നത്. പ്രായത്തിൽ ഏറെ മൂത്തവരാണ്. പക്ഷേ ആ വിവരം അയാൾ അവളിൽ നിന്ന് മറച്ചുവെച്ചു. മണിക്കൂറുകൾ നീണ്ട ചാറ്റിങ്ങിലൂടെ അവർ ഏറെ അടുത്തു. ചാറ്റ് റൂംസ് കുട്ടികൾക്കൊരു അപകട മേഖലയായിട്ട് ഒരിക്കലും തോന്നാറില്ല. അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷാ ഭീതിയുമില്ലാതെ അവരവരുടെ വിവരങ്ങൾ കൈമാറാൻ മടിക്കില്ല. ഇത്തരത്തിലുള്ള കുട്ടികളെ ഓൺലൈനിൽ കണ്ടുമുട്ടാൻ ഈ വേട്ടക്കാർക്ക് വളരെ എളുപ്പമാണ്. നേരിട്ട് അവരുടെ അടുത്തെത്തിക്കുക എന്നതാണ് അവരുടെ അന്തിമ ലക്ഷ്യം. ഈ രഹസ്യ ചങ്ങാത്തത്തിന്റെ വലയിൽപ്പെട്ട് ശിഖയ്ക്ക് പഠിത്തത്തിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു. അവളുടെ ഗ്രേഡ് താഴോട്ട് പോകാൻ തുടങ്ങി. എല്ലാറ്റിനും അപ്പുറം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബാഡ്മിന്റൺ കളിയിൽ പോലും താല്പര്യം നഷ്ടപ്പെട്ടു. ഒരു ചതിക്കുഴിയിലേക്കാണ് തന്റെ പോക്കെന്ന് അവൾ തിരിച്ചറിഞ്ഞതേയില്ല. ഒരു കാര്യം ഓർക്കുക, ഇന്റർനെറ്റിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് എന്തും എക്കാലത്തും അവിടെ തന്നെ കിടക്കും. ഈ ഒരു പ്രധാന കാര്യം ശിഖ ഓർത്തതേയില്ല. അവളുടെ വ്യക്തിപരമായ പല വിവരങ്ങളും അവൾ ഓൺലൈനിലേക്ക് ഷെയർ ചെയ്തു. ഇരയെ വേട്ടയാടുന്നയാൾക്ക് ഈ വിവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നന്നായി അറിയാം. ഫോൺ നമ്പറും അഡ്രസ്സും ഒക്കെ കൈക്കലാക്കിയ ഒരാൾക്ക് പിന്നെ വല വീശാൻ വലിയ താമസമില്ല. ഒരു കൂടിക്കാഴ്ചയ്ക്കായി അവളെ അയാൾ നിർബന്ധിച്ചു. മോർഫ് ചെയ്ത ചില ചിത്രങ്ങൾ കാണിച്ച് അവളെ അയാൾ ഭീഷണിപ്പെടുത്തി. സമ്മതിക്കുക എന്നല്ലാതെ മറ്റു വഴി അവൾക്ക് തോന്നിയില്ല. അധ്യാപകരോടോ രക്ഷിതാക്കളോടോ ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള ബുദ്ധി അവൾ കാണിച്ചില്ല. ക്ലാസ് കട്ട് ചെയ്ത് അവൾ അയാളെ കാണാനായി പുറപ്പെട്ടു.
പക്ഷെ ഭാഗ്യവശാൽ പോകുന്ന വഴിയിൽ അവളുടെ ടീച്ചർ അവളെ കണ്ടുമുട്ടി. ശിഖയുടെ വഴി തെറ്റിയുള്ള പോക്ക് ശിഖയുടെ സുഹൃത്തുക്കൾ ആ ടീച്ചറെ നേരത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു. തക്ക സമയത്ത് അവരവളെ രക്ഷപ്പെടുത്തി. ഇത് ശിഖയുടെ മാത്രം കഥയല്ല. ഇങ്ങനെ എത്രയോ കുട്ടികൾ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്താൽ വഴിതെറ്റി വഞ്ചിക്കപ്പെട്ടു പോകുന്നു. അവർ മനസ്സിലാക്കുന്നില്ല സൈബർ ലോകത്ത് ഇര പിടിക്കാനായി കാത്തുകിടക്കുന്ന കഴുകന്മാരുണ്ടെന്ന്. അവരുടെ വാക്കുകളും പ്രവൃത്തികളും കുട്ടികളെ മുറിവേൽപ്പിക്കുമെന്ന്. ഓൺലൈൻ കഴുകന്മാർക്ക് നന്നായി അറിയാം തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന്. പക്ഷേ മാതാപിതാക്കൾ അറിയുന്നുണ്ടോ തങ്ങളുടെ മക്കൾ ഓൺലൈനിൽ എന്താ ചെയ്യുന്നതെന്ന്? ജാഗ്രതയോടെ ഇരിക്കുക. ഓൺലൈനിൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടത് എങ്ങനെ എന്ന് കുട്ടികളെ ബോധവാന്മാരാക്കുക. ഇനി അഥവാ ചതിക്കുഴിയിൽ പെടുകയാണെങ്കിൽ തന്നെ അവർക്ക് സുരക്ഷയായി സംവിധാനങ്ങളുണ്ടെന്ന് അവരെ സമാധാനിപ്പിക്കുക. ഓൺലൈൻ ലൈംഗിക ചൂഷണത്തിൽ പെട്ടുകുഴയുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ വിളിക്കുക 8891 320005.